പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ച് അച്ഛൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ. നമ്മളിങ്ങനെ അമലോത്ഭവം, അമ്മ ആദി ബാബുല്ലാതെ ജനിച്ചു എന്നൊക്കെ പറയുമ്പം എന്താ ശരിക്കും ഇവിടെ നടന്നതെന്നൊരു സംശയം വരുമായിരിക്കും. ഈ ഒരു സംശയം ആദിമസഭയിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഏകദേശം നീണ്ട 1000-ഓളം വർഷത്തോളം സഭാപിതാക്കന്മാർക്ക് അറിയായിരുന്നു അമ്മ അമലോത്ഭവമാണെന്ന്. പക്ഷെ എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ അതിനൊരു ലോജിക്കലി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസ്ലീഹ പറയുന്നുണ്ട് എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മ തന്നെ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ മാഗ്നിഫിക്കാത്തിൽ അമ്മ പറയുന്നുണ്ട് എൻ്റെ രക്ഷകനായ ദൈവം എന്ന് പറയുന്നുണ്ട്. ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, അതായത് അമലോത്ഭവം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ലോജിക്കൽ നെസസിറ്റിയാണ്. പക്ഷെ ഇതെങ്ങനെയാണ് ദൈവം ചെയ്തത്, ഇതെങ്ങനെയാണ് ലോജിക്കലി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് വലിയ സംശയമായിരുന്നു. അപ്പം അച്ഛൻ സിമ്പിളായിട്ട് ഇതൊന്ന് പറഞ്ഞുതരാം. മിഡിൽ ഏജിൽ ജീവിച്ചിരുന്ന ജോൺ ഡൺസ് സ്കോട്ടസ് എന്ന് പറയുന്ന ഒരു ഫ്രാൻസിസ്കൻ തിയോളജിയനാണ് ഇത് ശരിക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: റിഡംഷൻ, രക്ഷ എന്ന് പറയുന്നത് 2 തരമുണ്ട്. ഒന്ന് ക്യൂറേറ്റീവ് ആണ്. ക്യൂറേറ്റീവ് എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാനൊരു പിറ്റിൽ, ഒരു കുഴിയിൽ വീണു. കുഴി വീണ് കഴിഞ്ഞപ്പം എനിക്ക് തന്നെ കയറി വരാൻ പറ്റില്ല. ഒരാൾ എന്നെ കുഴിയിൽ നിന്നും കൈ തന്ന് പിടിച്ച് രക്ഷിക്കുന്നു. അതൊരു രക്ഷയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ആദ്യ പാപത്തിൽ വീണുപോയി, അല്ലെങ്കിൽ ആക്ച്വൽ സെൻസിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പാപത്തിൽ വീണുപോയി. പക്ഷെ അങ്ങനെ വീണുപോയിട്ട് ദൈവം നമ്മളെ അതിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെയാണ് ദൈവം നമ്മുടെ രക്ഷകനായി തീർന്നത്, ഈശോ നമ്മുടെ രക്ഷകനായി തീർന്നത്. രണ്ടാമത്തെ തരത്തിലൊരു രക്ഷയുണ്ട്. ആ രക്ഷയാണ് പ്രിസർവേറ്റീവ് റിഡംഷൻ. എന്താണ് പ്രിസർവേറ്റീവ് റിഡംഷൻ? പ്രിസർവേറ്റീവ് റിഡംഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുഴിയിൽ വീഴാതെ എന്നെ തടയുന്നത് രക്ഷയാണ്. ഉദാഹരണത്തിന് നമ്മൾ 2 പേര് നടന്നു പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് കുഴി വീഴുവാണെന്ന് കണ്ട് എൻ്റെ അടുത്തുള്ള ആൾ എന്ത് ചെയ്യുന്നു? ആളങ്ങ് തടയുന്നു. ഞാൻ കുഴിയിലേക്ക് വീണില്ല. അപ്പോൾ കുഴിയിൽ വീഴാതെ എന്നെ തടയുന്ന ദൈവത്തിൻ്റെ പരിപാലന. വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. ദൈവമേ, ഒരു തിന്മയിലും വീഴാതെ എന്നെ കാത്തുകൊള്ളണേ, എന്നെ സംരക്ഷിക്കണേന്ന്. അപ്പോൾ ഒരു ദൈവിക സംരക്ഷണം, പാപത്തിൽ വീഴാതെയുള്ള ദൈവിക സംരക്ഷണമാണ് പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയത്. ജോൺ ഡൺസ് സ്കോട്ടസ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന ഇപ്രകാരമാണ്: ശരിക്കും പാപത്തിൽ വീണ ഒരാളെ രക്ഷപ്പെടുത്തുക എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ രക്ഷാകര കൃപ ഇറങ്ങേണ്ട ഒരു മേഖലയാണ്. മനുഷ്യവംശം ആദ്യ പാപത്തിൽപ്പെട്ടതാണ്. അപ്പം അങ്ങനെയുള്ള ഈ മനുഷ്യവംശത്തിൽ ഒരാളെ ഈ പാപത്തിൽ വീഴാതെ നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ പറയുന്നത് എൻ്റെ രക്ഷകനായ ദൈവം എന്ന് പറയുന്നത്. കാരണം അമ്മയെ ശരിക്കും പാപത്തിൽ വീഴാതെ ദൈവം രക്ഷിക്കുകയാണ് ചെയ്തത്. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിന് തെളിവുണ്ടോ? തീർച്ചയായിട്ടും തെളിവുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന കെക്കരിത്തോമന എന്ന് പറയുന്ന പദം. ഈ പദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറിയം ചെയ്തൊരു കാര്യമായിട്ടല്ല പറയുന്നത്. കെക്കരിത്തോമന ഇത് പാസീവ് പാർട്ടിസിപ്പിളാണ്. പാസീവ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏജൻറ്റ് മറിയുമല്ല, മറിച്ച് ദൈവമാണ് മാതാവിൽ കൃപ നിറച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവ കൃപ നിറഞ്ഞവളെ എന്ന് പറയുമ്പോൾ അമ്മ നിറച്ചതല്ല, മറിച്ച് ദൈവം ചെയ്താണ്. ഇതിൻ്റെ ടെൻസ് ഏതാണ്? ഇത് പെർഫെക്റ്റ് ടെൻസ് ആണ്. പെർഫെക്റ്റ് ടെൻസ്, ഗ്രീക്കിലെ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് ചെയ്തൊരു കാര്യം അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ദൂതം വന്നപ്പോഴല്ല ഇത് നടന്നത്, പണ്ടേ ദൈവം ഇത് ചെയ്തായിരുന്നു. ആ ചെയ്തതിൻ്റെ എഫക്റ്റ് എപ്പോഴും ഉണ്ട്. ഇപ്പോഴും അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതിൻ്റെ ഇഫക്റ്റ് നിലനിൽക്കുന്നുണ്ട്. ഇതിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എന്താണ് ജനിക്കുന്ന എല്ലാ മനുഷ്യരെയും ഇങ്ങനെ ഈ പാപത്തിൽ വീഴാതെ ദൈവം അങ്ങ് സംരക്ഷിച്ച പോരെ? അത് ഈശോയുടെ രക്ഷാകരം ഇതങ്ങ് ഉപയോഗിച്ച് സംരക്ഷിച്ച പോരെ? എന്തിനാണ് മറിയത്തെ മാത്രം സംരക്ഷിക്കാനായിട്ട് പോകുന്നതെന്ന്? ഇത് ഒത്തിരി ഡിസ്കഷൻ ആവശ്യമായ വലിയൊരു തിയോളജിക്കൽ ചോദ്യമാണ് ഈ ഒരു ചോദ്യം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ പാശം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഡൗട്ടായിട്ട് ഇത് തന്നതായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിലും 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ അമ്മ മാത്രമല്ല അമലോത്ഭവമായിട്ട് അല്ലെങ്കിൽ ഇമ്മാക്കുലേറ്റ് ആയിട്ട് പാപത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടത്. ഈ പറയുന്ന പിശാച് ആദ്യം ഇപ്പോൾ ഇമ്മാക്കുലേറ്റ് ആയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. രണ്ടാമത്തത്, ആദവും ഹവ്വയും പാപമില്ലാത്ത അവസ്ഥയിലാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ ഇവർക്കെല്ലാവർക്കും, പരിശുദ്ധ അമ്മയ്ക്കാണെങ്കിലും ആദത്തിനാണെങ്കിലും ഹവ്വയ്ക്കാണെങ്കിലും പിശാചിനാണെങ്കിലും എന്തുണ്ടായിരുന്നു? സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം. ആദത്തെയും ഹവ്വയെയും അമലോത്ഭവമായിട്ട് സൃഷ്ടിച്ചെങ്കിലും അവർ പാപം ചെയ്തത് നഷ്ടപ്പെടുത്തി. പിശാചിനെ അമലോത്ഭവമായിട്ട് സൃഷ്ടിച്ചെങ്കിലും പിശാചും അത് പാപം ചെയ്ത് നഷ്ടപ്പെടുത്തി. അതുകൊണ്ടാണ് പിശാചായി തീർന്നത്. ഏഞ്ചലിക് പ്യൂരിറ്റിയിൽ സൃഷ്ടിച്ചു, പക്ഷെ പാപം ചെയ്ത് നഷ്ടപ്പെടുത്തി. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കാര്യത്തിൽ അമ്മയെയും ഈശോയും ഉത്ഭവഭാവം ഇല്ലാതെയാണ് ദൈവം സൃഷ്ടിച്ചത്. പുതിയ ക്രിയേഷനാണ്. ദൈവം അങ്ങനെ സൃഷ്ടിച്ചു. തീർച്ചയായിട്ടും ദൈവത്തിന് അതിനുള്ള കഴിവുണ്ട്. ദൈവം അങ്ങനെ സൃഷ്ടിച്ചു. അപ്പോൾ ഉത്ഭവമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടെന്ന് മാത്രം എന്നുള്ളതല്ല ഇതിൻ്റെ പോയിന്റ്. മറിച്ച് ഉത്ഭവത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആ ഗ്രേസിനോട് ഇവർ ഫെയ്ത്ത്ഫുൾനെസ് കാണിച്ചു. ഇതാണ് തൊട്ടടുത്ത വാക്യം. 30-ാമത്തെ വാക്യത്തിൽ ദൂതൻ പറയുന്നത്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പറയുന്നു. 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു കൃപ കണ്ടെത്തിയിരിക്കുന്നു. അതായത് ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ കൊടുത്ത അതേ ഒരു ഗ്രേസോട് കൂടിയാണ് മറിയത്തെ സൃഷ്ടിക്കുന്നത്. ഹവ്വ അത് നഷ്ടപ്പെടുത്തി, കൃപ കണ്ടെത്തിയില്ല, അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷേ മറിയം എന്ത് ചെയ്തു? തൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണം വഴി, സഹനം വഴി, അനുസരണം വഴിയായിട്ട്, എളിമ വഴിയായിട്ട്
കൃപ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈശോയെ സ്വീകരിക്കാനുള്ള വർത്തി വെസലായിട്ട് അവൾ മാറി, രണ്ടാം ഹവ്വയായിട്ട് പരിശുദ്ധ അമ്മ മാറി എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ന്യൂ ക്രിയേഷനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് എല്ലാ മനുഷ്യരെയും ഇങ്ങനെ അങ്ങ് സൃഷ്ടിച്ചുകൂടാന്ന്? എല്ലാ മനുഷ്യരെ സൃഷ്ടിച്ചാലുള്ള കുഴപ്പം എല്ലാവരും കോപ്പറേറ്റ് ചെയ്യണം നിർബന്ധമില്ല. പരിശുദ്ധ അമ്മ കോപ്പറേറ്റ് ചെയ്തു, ഈശോ കോപ്പറേറ്റ് ചെയ്തു, പക്ഷേ ഇതിന് മുമ്പുള്ള രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്തിട്ടില്ല. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകതയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഒരു ഓട്ടോ പൈലറ്റ് പോലെയോ അല്ലെങ്കിൽ റോബോട്ട്സ് പോലെയൊന്നും അല്ല, ഇത് പ്രീ പ്രോഗ്രാംഡ് അല്ല, മറിച്ച് സ്വാതന്ത്ര്യമുണ്ട്. ആദം സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പം അതിന് ഇഫക്റ്റ് ഉണ്ട്. അത് ആദം മാത്രമല്ല, ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും സ്വാതന്ത്ര്യത്തിന് എപ്പോഴും ഇഫക്റ്റ് ഉണ്ടാവും. അതിലൊരു സംശയമില്ല, സ്വാതന്ത്ര്യത്തിന് ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, ആദത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇഫക്റ്റ് ആദത്തിൻ്റെ കുടുംബം എന്ന് വെച്ചാൽ ആദത്തിൻ്റെ ഫാമിലി ട്രീ മുഴുവനും വന്നു. അതാണ് നമ്മൾ വരെ എത്തിയിരിക്കുന്നത്. ഇനി ജനറേഷൻസ് പാസ് ചെയ്തു പോകും. ദൈവം ഇതിനെ ബൈപ്പാസ് ചെയ്യണേ. ദൈവം ബൈപ്പാസ് ചെയ്യാൻ എന്ത് ചെയ്തു? ദൈവം പരിശുദ്ധ അമ്മയെ ഈശോയെ സൃഷ്ടിച്ചു. ഒരു പുതിയ ഫാമിലിക്ക്, പുതിയ സൃഷ്ടിക്ക് ദൈവം രൂപം കൊടുത്തിട്ട് ഈശോ മരിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ബാപ്റ്റിസം വഴിയായിട്ട് ഈ പഴയ ഫാമിലിയിൽ നിന്ന്, നമ്മളെപ്പോലുള്ള ആദത്തിൻ്റെ ഈ പഴയ ഫാമിലിയിൽ നിന്ന് എന്ത് ചെയ്തു? പയ്യനെ ആ ഫാമിലിയിലേക്ക് മെമ്പേഴ്സിനെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഈശോയിൽ വിശ്വസിക്കുന്ന ഞാനും രക്ഷപ്പെടുമെന്ന് പറയുന്നത്. ഈശോയിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദത്തിൻ്റെ ഫാമിലിയിൽ നിന്നും നമ്മൾ പയ്യനെ പുതിയ ഫാമിലിയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, ന്യൂ ക്രിയേഷൻ. ഇത് മാത്രമല്ല, പൗലോസ്ലീഹ പറയുന്നു കാട്ടൊലിവിനെ കളഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടു? നല്ല ഒലിവിനോട് ചേർത്തു. ഈശോ ആണ് ഈ നല്ലൊലിവ്. ഈശോയാകുന്ന ഈ നല്ല ഒലിവിനോട് എന്ത് ചെയ്തു? നമ്മൾ ചേർത്ത് വെക്കുന്നു. പിന്നെ വി ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഈശോയുടെ ശരീരത്തിലേക്ക് നമ്മൾ കോർപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതാണ് അമലോത്ഭവത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അച്ഛൻ ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. അമലോത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയെ പാപം ചെയ്യുന്നതിൽ അല്ലെ പാപത്തിൽ വീഴുന്നതിൽ നിന്നും ദൈവം തടഞ്ഞു. ആദ്യ പാപത്തിൽ നിന്നും അതിൻ്റെ പരിണിത ഫലങ്ങളിൽ വീഴുന്നതിൽ നിന്ന് തടയുന്നൊരു ഗ്രേസ് ഈശോയുടെ കുരിശുമരണത്തെ മുൻകൂട്ടി കണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നേരിട്ട് കൊടുത്തു. അതാണ് അമലോത്ഭവം. ഇങ്ങനെ കിട്ടിയ ഗ്രേസിനോട് അമ്മ 100% കോപ്പറേറ്റ് ചെയ്തു. ആ കോപ്പറേറ്റ് ചെയ്തതുകൊണ്ടാണ് ദൂതൻ ലൂക്ക 1:30 പറയുന്നത്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. നമുക്കും മാമോദീസയിലൂടെ ഈ ഒരു ഗ്രേസ് കിട്ടുന്നുണ്ട്. ഇനി പാപത്തിൽ വീഴാതിരിക്കാനുള്ള ഗ്രേസ് നമുക്ക് കിട്ടുന്നുണ്ട്, പാപം ചെയ്യാതിരിക്കാനുള്ള ഗ്രേസ് കിട്ടുന്നുണ്ട്, ഓരോ കുമ്പസാരത്തിലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയേ. ഒരു കുമ്പസാരം കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾ ആ ചെയ്തുകൊണ്ടിരുന്ന പാപം കുറച്ച് ദിവസത്തേക്കെങ്കിലും ചെയ്യാതിരിക്കാൻ ഒരു കൃപ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഇതിലേക്ക് നടന്ന് പ്രാർത്ഥിക്കാതൊക്കെ ഇരുന്നിട്ടാണ് ആ കൃപ പോകുന്നത്. പക്ഷെ അല്ലെങ്കിൽ പാപം ചെയ്യാതിരിക്കാൻ ഒരു കൃപ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവർ, പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയതൊക്കെ ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനോട് ഇച്ചിരി ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നമ്മളത് ഹൃദയത്തിൽ സൂക്ഷിച്ച് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.